ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരു ദിവസത്തെ ഫുൾ ഡേ റുട്ടീനാണ്. എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ലെങ്കിലും പല കാര്യങ്ങളും ഞാനിതിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് തന്നെ കണ്ടു നോക്കുക. കാലത്തുള്ള കുറച്ച് വിഷ്വൽസൊക്കെ ഞാനിതിൽ ക്യാപ്ചർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലുള്ള കാലത്തുള്ള വ്യൂസൊക്കെ എനിക്ക് വളരെ ഇഷ്ടമാണ്. എല്ലാം നല്ല ശാന്തമായിരിക്കും, ഒരു പ്രത്യേക ഭംഗിയായിരിക്കും ഇതുപോലെ പുറത്തൊക്കെ വന്ന് നിൽക്കാനായിട്ട്. ഇന്ന് ഞാൻ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അത് ക്ലീനിങ് ആണ്. പെരുന്നാളൊക്കെ ഇങ്ങ് അടുത്ത് വരല്ലേ, അപ്പോൾ പെരുന്നാളിനെ വരവേൽക്കാനായിട്ട് വീടൊക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന് കരുതി. പെരുന്നാൾക്ക് മുമ്പുള്ള വീട് ക്ലീനിങ് അത് നിർബന്ധമാണ്. നമ്മുടെ ഉമ്മമാരൊക്കെ ചെയ്തു വരുന്ന രീതിയാണല്ലോ അല്ലേ നമ്മളിപ്പോൾ ചെയ്യുന്നത്. മോളെ സ്കൂളിലേക്ക് റെഡിയാക്കി വിടാനുള്ള തിരക്കുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ കുറച്ച് റഷായിപ്പോയി. വേഗം മോളെ റെഡിയാക്കി പുറത്തേക്ക് ഇറങ്ങി നിൽക്കും. നേരത്തെ റെഡിയായാലും വൈകി റെഡിയായാലും പുറത്ത് നിൽക്കൽ രണ്ടാൾക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണ്. രാവിലത്തെ ഫ്രഷ് എയർ കൂടി കിട്ടുമ്പോൾ അതൊരു പോസിറ്റീവ് ഫീൽ കൂടിയാണല്ലോ അല്ലേ. മോനാണെങ്കിൽ ഞാൻ എടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് എടുക്കണം നടക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ഓരോ ടൈമിൽ അവന് ഓരോ മൂഡായിരിക്കും. അവൻ്റെ മൂഡിനനുസരിച്ച് നമ്മൾ നിന്നു കൊടുക്കണം, അല്ലെങ്കിൽ വലിയ സീനായിരിക്കും കാര്യങ്ങളൊക്കെ. കരഞ്ഞ് അവൻ അലമ്പാക്കാറുണ്ട് ചില സമയത്ത് നല്ല കുട്ടിയായിട്ടിരിക്കും. കുറേ നേരം നിന്ന് കഴിഞ്ഞ് ഞാൻ എൻ്റെ സ്ഥിരം സ്ഥലത്ത് ഇരുന്നു. പിന്നെ മോനോട് ഫോൺ എടുത്തിട്ട് വരാൻ പറഞ്ഞപ്പോൾ അവൻ്റെ താത്ത അവനെ എടുക്കണ്ടെന്ന് പറഞ്ഞപ്പോൾ പേടിച്ചു പെട്ടെന്ന്. പിന്നെ അതെടുത്തോ എന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ ആ മുഖത്തുള്ള സന്തോഷമാണ് ഇപ്പോൾ ഈ കാണുന്നത് കേട്ടോ. മോള് വാനിൽ കയറുന്ന വീഡിയോ എടുക്കണമെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും മോളുടെ ചെറിയ ആഗ്രഹമല്ലേ, എന്നാൽ പിന്നെ ഞങ്ങൾ എടുത്തേക്കാന്ന് കരുതി. അതിൻ്റെ സന്തോഷം അവളുടെ മുഖത്ത് നല്ലതുപോലെ കാണുന്നുണ്ട്. ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ ആയിരിക്കും അല്ലേ പല വലിയ വലിയ സന്തോഷങ്ങൾക്കും കാരണമാകുന്നത്. എന്തായാലും മോള് ഹാപ്പി. അവൾക്ക് ടാറ്റയൊക്കെ കൊടുത്ത് ഞാനും മോനും അകത്തേക്ക് കയറി. മോള് സ്കൂളിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ വല്ലാത്തൊരു മിസ്സിങ് ആയിരിക്കും അവളെ. ഞാനും മോനും അവളെ വല്ലാതെ മിസ് ചെയ്യും. വല്ലാത്തൊരു ശൂന്യതയായിരിക്കും. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞാൽ ശരിയാവലുണ്ട്. എന്നാലും മോള് സ്കൂള് വിട്ട് വരുന്നതും കാത്തിരിക്കും സമയമായോ എന്ന് നോക്കിയിട്ട്. ഞാൻ ഗേറ്റ് അടിക്കുന്ന ഗ്യാപ്പിൽ അവനകത്ത് കയറി വാതിലടച്ചു. പിന്നെയാണ് എന്നെ അകത്തേക്ക് കയറ്റിയത്. കയറിയ വഴിക്ക് തന്നെ ആള് സോഫയിൽ കയറിയിരിക്കും. സോഫയിൽ തന്നെയായിരിക്കും മിക്കതും. അവനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം സോഫയിലിരിക്കാനാണ്. അവിടെ ഇരുന്ന് നോക്കുമ്പോൾ പുറത്തുള്ള കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് അവൻ എന്നും സോഫയിൽ തന്നെ ഇരിക്കുന്നത്. ജനലിൽ കൂടെ പുറത്തുള്ള കാഴ്ചകളൊക്കെ കാണാനായിട്ട് പറ്റും. പിന്നെ അങ്ങനെ എൻ്റെ താത്തയും താത്തൻ്റെ മോളും ടൗണിലേക്ക് പോകുന്ന വഴി ഒന്ന് കയറിയിട്ടുണ്ടായിരുന്നു. ഇതുവഴിയാണ് അവർ പോവാറ്. ഇതുവഴി പോണത് കൊണ്ട് തന്നെ അവരൊന്ന് കയറിയിട്ടേ പോവാറുള്ളൂ. അവരെ അങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു മോൻ. അവർ പോയ വഴിക്ക് തന്നെ മോനുള്ള ഫുഡൊക്കെ കൊടുത്ത് നേരെ കിച്ചണിലേക്കാണ് കയറിയത്. അത്താഴത്തിനെടുത്ത പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കഴുകാനായിട്ട്. അതൊക്കെ ഒന്ന് കഴുകി വെച്ചു. അത്താഴത്തിന് ശേഷം പാത്രങ്ങൾ കഴുകി വെക്കാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് ഇപ്പോൾ കഴുകേണ്ടി വന്നത്. അതൊക്കെ ഒന്ന് കഴുകി വെച്ച ശേഷം ക്ലീനിങ് വർക്ക് കിച്ചണിൽ തന്നെ തുടങ്ങാമെന്നാണ് പ്ലാൻ ചെയ്തത്. കിച്ചൺ എപ്പോഴും ക്ലീൻ ആണെങ്കിൽ വീട്ടിൽ നല്ലൊരു പോസിറ്റീവ് ഫീൽ തന്നെ കിട്ടും. അത് ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിലും പറയുന്നതാണ്. അതങ്ങനെയാ, ഒരു പ്രത്യേക സമാധാനമാണ് കിച്ചൺ നീറ്റായാൽ. പിന്നെ റമദാനും പെരുന്നാളും പോലുള്ള പ്രത്യേകമായിട്ടുള്ള ദിവസങ്ങൾക്ക് വേണ്ടി ചെറിയൊരു വരവേൽപ്പ് എന്ന രീതിയിൽ നമ്മൾ നമ്മുടെ വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുന്നത് എന്തുകൊണ്ട് നല്ലൊരു കാര്യമാണ്. പ്രത്യേകിച്ച് ഒരു പോസിറ്റീവായിട്ടുള്ള എനർജി കിട്ടാൻ ഏറ്റവും നല്ലൊരു വഴിയാണത്. ക്ലീനിങ്ങും അറേഞ്ചിങ്ങും ഒക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് അറിയാം ക്ലീനിങ് തെറാപ്പി എത്രത്തോളം സാറ്റിസ്ഫൈയിങ് ആണെന്നുള്ളത്. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ വല്ലപ്പോഴും മാത്രം ചെയ്യാതെ ഇടയ്ക്കൊക്കെ ചെയ്യാനായിട്ട് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അങ്ങനെ സിങ്കൊക്കെ കഴുകി വൃത്തിയാക്കി, കൗണ്ടർ ടോപ്പ് കൂടി ഒന്ന് തുടച്ച് വൃത്തിയാക്കുന്നുണ്ട്. പിന്നെ കബോർഡൊക്കെ ഒന്ന് ക്ലീൻ ആക്കണം. സാധനങ്ങളൊക്കെ ഇട്ട് വെച്ചിരിക്കുന്ന ബോട്ടിൽസൊക്കെ പുറത്തെടുത്ത് വെക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് ജസ്റ്റ് തുടച്ച് വെക്കണം. ഇത് എംറ്റി ആവുമ്പോൾ കഴുകിയിട്ടാണ് ഞാൻ ഇതിലേക്ക് അടുത്തത് സ്റ്റോർ ചെയ്യാറുള്ളൂ. ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണത്. എല്ലാ ബോട്ടിൽസും തുടച്ച് വൃത്തിയാക്കുന്നുണ്ട്. വീഡിയോയിൽ എല്ലാം ഫുള്ളായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, കുറച്ച് ഭാഗങ്ങൾ മാത്രമേ കാണിക്കുന്നുള്ളൂ. അതായിരിക്കും നല്ലതെന്ന് തോന്നി. പിന്നെ ഒരുപാട് ലോങ് ആയിട്ടുള്ള വീഡിയോ ആവുമ്പോൾ നിങ്ങൾക്കും അത് കാണാനായിട്ട് ബോറിംഗ് ആവും. അപ്പോൾ ലെങ്ത്ത് കുറയ്ക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നി. പിന്നെ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് ലൈഫ് സ്റ്റൈൽ വീഡിയോസ്, ഡെയിലി വ്ളോഗ്സൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാവും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. നിങ്ങളുടെ കമൻസൊക്കെ വായിക്കുമ്പോൾ ഒത്തിരി സന്തോഷം തോന്നാറുണ്ട്. അതുകൊണ്ടാണ് എല്ലാ വീഡിയോസിലും കമൻറ്റ് ഇടണമെന്ന് പ്രത്യേകമായിട്ട് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ഡോറ് കൂടി ഒന്ന് തുടയ്ക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുടയ്ക്കുന്നത് കൊണ്ട് കാര്യമായിട്ട് തുടയ്ക്കേണ്ടി വരില്ല. എല്ലാം വേഗത്തിൽ തന്നെ ചെയ്ത് തീരും. അങ്ങനെ ഒരു നല്ല വശം കൂടിയുണ്ട് ഈ ഇടയ്ക്കിടയ്ക്ക് ക്ലീനിങ് ചെയ്യുന്നത് കൊണ്ട്. ഈ ഒരു സൈഡിൽ ഷെൽഫിൻ്റെ മോഡലിലാണ് ചെയ്തിട്ടുള്ളത്. അതിന് ഡോറ് കൊടുത്തിരിക്കുന്നത് സ്ലൈഡിങ് മോഡലിലാണ്.
അത് ഒന്നുകൂടെ കുറച്ചുകൂടെ സ്പേസ് കിട്ടുന്ന ലെവലിൽ തോന്നിയിട്ടുണ്ട്. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് തുറക്കാനും അടയ്ക്കാനും ഒക്കെ ബുദ്ധിമുട്ടാവുമല്ലോ. ഇതുപോലുള്ള ഡോർസൊക്കെ ആവുമ്പോൾ രണ്ട് സൈഡിൽ നിന്ന് നീക്കാനും പറ്റും, തുറക്കാനും അടയ്ക്കാനും ഒന്നും ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. പിന്നെ കൗണ്ടർ ടോപ്പിൻ്റെ മുകളിലായിട്ട് 2 കോർണറിലായിട്ടാണ് കബോർഡ് കൊടുത്തിട്ടുള്ളത്. അത് ഓപ്പൺ ഡോറാണ്. അത് നമുക്ക് തുറക്കാനും അടയ്ക്കാനൊക്കെ സാധാരണ കബോർഡ് പോലെ തന്നെയാണ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കുഞ്ഞു സാമ്രാജ്യം. ഞങ്ങളുടെ വീട് കുഞ്ഞു വീടായതുകൊണ്ട് തന്നെ അതിനനുസരിച്ചിട്ടുള്ള ഒരു കുഞ്ഞു അടുക്കളയാണുള്ളത്. ചെറിയ അടുക്കളയാണെങ്കിലും മാഷാ അല്ലാഹ് വളരെ ഭംഗിയായി തന്നെ ഞങ്ങൾ ആ കിച്ചൺ മാറ്റിയെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ കിച്ചൺ ഇഷ്ടമായാൽ കമൻറ്റിൽ പറയണേ. കബോർഡ്സൊക്കെ തുടക്കൽ കഴിഞ്ഞു. ഇനി ഫ്രിഡ്ജ് കൂടെ ഒന്ന് ജസ്റ്റ് തുടച്ചെടുക്കുന്നുണ്ട്. ഫ്രിഡ്ജിൻ്റെ അകത്ത് പിന്നീട് ക്ലീൻ ചെയ്യുക. ഇപ്പോൾ പുറത്ത് മാത്രമാണ് തുടയ്ക്കാമെന്ന് കരുതിയത്. എന്നാലേ കിച്ചൻ്റെ ക്ലീനിങ് ലുക്ക് കംപ്ലീറ്റ് ആവും. നനഞ്ഞ തുണി കൊണ്ട് ആദ്യം തുടച്ച് പിന്നീട് ഡ്രൈ ആയിട്ടുള്ള തുണി കൊണ്ടുകൂടി തുടച്ചെടുക്കുന്നുണ്ട്. ഇത് കുറച്ച് തിളക്കമുള്ളതായതുകൊണ്ട് അടയാളങ്ങൾ ഉണ്ടാവും. അതില്ലാതിരിക്കാൻ വേണ്ടിയാണ് ഡ്രൈ ആയിട്ടുള്ള തുണി കൊണ്ട് വീണ്ടും തുടയ്ക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ക്ലീനിങ് വർക്കൊക്കെ കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് ഹാളിലേക്ക് പോകാമെന്ന് കരുതി. കണ്ടില്ലേ, മോൻ ഇവിടെ സോഫയിൽ തന്നെ ഇരിക്കുന്നുണ്ട്, ഓരോന്ന് കാണിച്ചൊക്കെ ഇരിക്കുന്നുണ്ട്. സോഫയിൽ സ്ഥിരമായിട്ട് മക്കളൊക്കെ കയറുന്നതുകൊണ്ട് ഓരോരോ അടയാളങ്ങളും പൊടികളൊക്കെ ഉണ്ടാവലുണ്ട്. അതുകൊണ്ട് ഡെയിലി ഇത് മാത്രം ഒന്ന് തുടയ്ക്കേണ്ടി വരലുണ്ട്. മക്കളൊക്കെ ഉള്ള വീട്ടിൽ ഈ ഒരു കാര്യം റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റുമായിരിക്കും. അപ്പോൾ മോൻ ഇവിടെ നല്ല കുട്ടിയായിട്ട് പറയുന്നതൊക്കെ അനുസരിച്ച് ഇരിക്കുന്നുണ്ട്. മാറിയിരിക്കാനൊക്കെ പറഞ്ഞപ്പോൾ വേഗം മാറിയൊക്കെ തരുന്നുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ മെയിനായിട്ടൊരു ഹാളാണ് ഉള്ളത്. അവിടെ തന്നെയാണ് സോഫയും ടേബിളും ടിവിയും എല്ലാം വെച്ചിട്ടുള്ളത്. അപ്പോൾ സോഫയൊക്കെ തുടച്ച് കഴിഞ്ഞു. ടേബിൾ കൂടി ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇത് മാത്രമല്ല തുടയ്ക്കുന്നത്, ജനലുകളും ഡോറും ടിവി ടേബിള് മൊത്തത്തിൽ തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അതൊന്നും ഇതിൽ ആഡ് ചെയ്യുന്നില്ല. വേറൊന്നും കൊണ്ടല്ല, ഞാൻ നനച്ചുകൂടിൻ്റെ വ്ളോഗിൽ കംപ്ലീറ്റ് ആയിട്ട് ഫുൾ വീഡിയോ സ്പീഡിലും ഒക്കെ ആയിട്ട് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഇതിലിപ്പോൾ കുറച്ച് ഭാഗങ്ങൾ മാത്രം കാണിക്കാമെന്ന് കരുതിയിട്ടാണ്. അതുകൊണ്ടാണ് മൊത്തത്തിലുള്ള ക്ലീനിങ് കാണിക്കാതെ കുറച്ച് ഭാഗങ്ങളിലുള്ള ക്ലീനിങ് മാത്രം കാണിക്കുന്നത്. പോരാത്തതിന് നിങ്ങൾക്ക് ബോറിംഗ് ആവും. അതും ഒന്ന് ശ്രദ്ധിക്കണമല്ലോ ഞാൻ. പിന്നെ തട്ടലും അടിക്കലൊക്കെ ഇതിന് മുമ്പേ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊന്നും ഞാനിതിൽ കാണിക്കുന്നില്ല. വീഡിയോസ് കൂടി എടുക്കാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഫാസ്റ്റായിട്ടൊന്നും ചെയ്യാനായിട്ട് കഴിയില്ല. പിന്നെ അങ്ങനെ ഹാളൊക്കെ തുടയ്ക്കൽ കഴിഞ്ഞു, റൂമും തുടയ്ക്കൽ കഴിഞ്ഞു. ഞാൻ എപ്പോഴും തുടയ്ക്കുന്ന വെള്ളത്തിൽ ഷാമ്പു അല്ലെങ്കിൽ കർപ്പൂരം ചേർത്ത് മിക്സ് ചെയ്തിട്ടാണ് തുടയ്ക്കാറ്. നല്ല സ്മെല്ല് ഉണ്ടാവും. പിന്നെ ഉറുമ്പുകളുടെ ശല്യം ഉണ്ടാവില്ല. ഉറുമ്പിന് എന്ത് ചെയ്തിട്ടും പോകുന്നില്ലെങ്കിൽ ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കിയാലും മതി. ഉറുമ്പിൻ്റെ ശല്യമൊക്കെ പാടെ മാറിക്കോളും. യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പാണിത്. ഷാമ്പു അല്ലെങ്കിൽ കർപ്പൂരം അല്ലെങ്കിൽ കല്ലുപ്പ് ഇത് ചേർത്തിട്ട് തുടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറുമ്പിൻ്റെ ശല്യം ഉണ്ടാവില്ല. തുടയ്ക്കാൻ എടുക്കുന്ന വെള്ളത്തിൽ ഞാൻ എപ്പോഴും ഇതിലേതെങ്കിലും ഒന്നെങ്കിലും എടുക്കാറുണ്ട്. പിന്നെ അങ്ങനെ റൂമൊക്കെ ഒന്ന് നീറ്റ് ചെയ്ത് വെച്ചതായിരുന്നു. മോൻ കയറി വീണ്ടും അലമ്പാക്കിയപ്പോൾ ജസ്റ്റ് ഒന്ന് ഒതുക്കി വെച്ചതായിരുന്നു. അപ്പോഴും എൻ്റെ കൂടെ തന്നെ ആൾ വന്നിട്ടുണ്ടായിരുന്നു. മോൻ ഇതുവരെയും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ മോനെയൊക്കെ ഉറക്കിയിട്ടാണ് അലക്കാനും ഫ്രഷ് ആവാനൊക്കെ നിന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടുള്ള വീഡിയോസൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നോമ്പ് തുറക്കാനുള്ള പരിപാടിയൊക്കെ നോക്കുമ്പോഴായിരുന്നു പെട്ടെന്ന് വീഡിയോസൊന്നും എടുത്തില്ലല്ലോ എന്ന് ഓർമ്മ വന്നത്. പിന്നെ അങ്ങനെ പകുതിയിൽ നിന്ന് തന്നെ വീഡിയോസ് എടുത്ത് തുടങ്ങി. ഞാൻ എന്തെങ്കിലും കുക്ക് ചെയ്യാനായിട്ട് നിൽക്കുമ്പോൾ എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത കാര്യമാണ് എന്തെങ്കിലും റീഫിൽ ചെയ്യുക എന്നുള്ളത്. ഞാൻ മുമ്പേ ചെയ്ത് വെക്കുന്നതാണ്. ഇന്നിപ്പോൾ മറന്നുപോയി. അപ്പോൾ എണ്ണ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വേഗം കുപ്പിയിലേക്ക് ആക്കിയിട്ട് വാഴയ്ക്ക ബജ്ജിയാണ് ഉണ്ടാക്കുന്നത് നോമ്പ് തുറക്കായിട്ട്. അപ്പോൾ അതൊക്കെ അവിടെ റെഡിയാക്കുന്നുണ്ട്. കുക്കറിൽ കടല വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ തേങ്ങ അരപ്പും പൊടികളും കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ട് കടല കറി വെക്കാനും റെഡിയാക്കുന്നുണ്ട്. അതിനിടയിൽ തന്നെ ജ്യൂസിൻ്റെ കാര്യങ്ങളും ഫ്രൂട്ട്സിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും വീഡിയോസിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇപ്പം തന്നെ ലെങ്ത്ത് കൂടുതലായി, നിങ്ങളെ ഒരുപാട് ബോറിങ് ആക്കുന്നില്ല. അപ്പോൾ കറിയൊക്കെ റെഡിയാക്കി മാറ്റി വെച്ചു. ഇനി ചപ്പാത്തി ഒന്ന് ചുട്ടെടുക്കണം. ഇന്ന് ചപ്പാത്തിയും കടലക്കറിയും പിന്നെ വാഴയ്ക്ക ബജ്ജി ഫ്രൂട്ട്സും ജ്യൂസൊക്കെ ഉണ്ടായിരുന്നു. ചപ്പാത്തിക്കുള്ളതൊക്കെ നേരത്തെ പരത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വേഗം ചുട്ടെടുക്കുന്നുണ്ട്. പിന്നെ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു പെട്ടെന്ന് കറണ്ട് പോയത്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടുള്ള വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. വീഡിയോ ഇഷ്ടമായ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും വിട്ടുപോകരുത്. അപ്പോൾ ഓക്കെ, ബൈ.